നവംബർ 16 സ്കോട്ട്ലൻഡിലെ വിശുദ്ധ മാർഗരറ്റ് രാജ്ഞി. 1057 സ്കോട്ട്ലൻഡിലെ രാജാവായ മാൽക്കോം വിവാഹം കഴിച്ചത് ഇംഗ്ലീഷ് രാജാവായ വിശുദ്ധ എഡ്വേർഡിന്റെ സഹോദരപുത്രി മാർഗരറ്റിനെയാണ്. മാർഗരറ്റ് എന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ രാജ്ഞി അമൂല്യമായ ഒരു പവിഴം തന്നെയായിരുന്നു. കൊട്ടാരത്തിനകത്താണ് വളർന്നതെങ്കിലും മാർഗരറ്റ് ലൗകിക സന്തോഷങ്ങളെ വിഷമായിട്ടാണ് കണക്കാക്കിയിരുന്നത്. മാൽക്കോം പരുക്കനായ ഒരു മനുഷ്യനായിരുന്നെങ്കിലും രാജ്ഞിയുടെ സംപ്രീതമായ പെരുമാറ്റം കൊണ്ട് അദ്ദേഹം വിശാല മനസ്കനാകാനും ഭരണകാര്യങ്ങളിൽ രാജ്ഞിയുടെ കൂടി ഉപദേശം തേടുവാനും തയ്യാറായി. എല്ലാ പ്രവൃത്തികളിലും രാജ്ഞി ഭർത്താവിനെ സഹായിച്ചിരുന്നെങ്കിലും പ്രാർത്ഥനയ്ക്കോ ദൈവസാന്നിധ്യ സ്മരണയ്ക്കോ കുറവ് വരുത്തിയില്ല. 8 മക്കളുണ്ടായി. അവരെ ദൈവഭക്തിയിൽ വളർത്താൻ മാർഗരറ്റ് വളരെയധികം ശ്രദ്ധിച്ചു. രാജ്യം മുഴുവനും തന്റെ കുടുംബമായിട്ടാണ് രാജ്ഞി കരുതിയിരുന്നത്. ഞായറാഴ്ചകളും നോമ്പ് ദിവസങ്ങളും ആചരിക്കാൻ ശ്രദ്ധ ചെലുത്തിയിരുന്നു. നോമ്പുകാലത്തും ആഗമനകാലത്തും ദിവസം തോറും 300 ദരിദ്രരെ ഒരുമിച്ച് കൂട്ടി രാജാവും രാജ്ഞിയും ചേർന്ന് ഭക്ഷണം വിളമ്പിക്കൊടുത്തിരുന്നു. രാജ്യത്തെത്തുന്ന വിദേശീയർക്ക് വേണ്ടി കൂടി രാജ്ഞി ആശുപത്രികൾ സ്ഥാപിച്ചു. നോമ്പിലും ആഗമനകാലത്തും പാതിരാത്രിയിൽ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചിരുന്നു. രാവിലെ കുർബാന കഴിഞ്ഞു വരുമ്പോൾ 6 ദരിദ്രരുടെ പാദങ്ങൾ കഴുകി അവർക്ക് ധർമ്മം കൊടുത്താണ് അയച്ചിരുന്നത്. സ്വന്തം ആഹാരം എത്രയും തുച്ഛമായിരുന്നു. മാൽക്കോം സമാധാനപ്രിയനായിരുന്നെങ്കിലും സമർത്ഥനായ ഒരു പോരാളിയായിരുന്നു. ഒരു ഇംഗ്ലീഷ് സൈന്യം അദ്ദേഹത്തിന് കീഴടങ്ങി ആൻവിക് മാളികയുടെ താക്കോൽ രാജാവിന് സമർപ്പിക്കുന്ന സമയത്ത് അപ്രതീക്ഷിതമായി ഇംഗ്ലീഷ് പടയാളികൾ അദ്ദേഹത്തെ കുത്തിക്കൊന്നു. തുടർന്ന് നടന്ന യുദ്ധത്തിൽ മകൻ എഡ്ഗാറും മരിച്ചു. ദൈവ തിരുമനസ്സിന് കീഴ്പ്പെട്ടുകൊണ്ട് രോഗിയായിരുന്ന രാജ്ഞി എല്ലാം സഹിച്ചു. തിരുപാഥയം സ്വീകരിച്ച ശേഷം രാജ്ഞി പ്രാർത്ഥിച്ചു, കർത്താവായ ഈശോയെ, അങ്ങ് മരിച്ചുകൊണ്ട് ലോകത്തെ രക്ഷിച്ചുവല്ലോ, എന്നെ രക്ഷിക്കണമേ. ഇതുതന്നെയായിരുന്നു രാജ്ഞിയുടെ അന്തിമ വചസ്സുകൾ. തന്റെ ഭർത്താവ് മരിച്ചിട്ട് 4 ദിവസങ്ങൾക്ക് ശേഷം 1093 നവംബർ 16 മാർഗരറ്റ് രാജ്ഞി മരിച്ചു. 1250 ഇന്നസെന്റ് 4 മാർപ്പാപ്പ മാർഗരറ്റിനെ വിശുദ്ധയെന്ന് നാമകരണം ചെയ്തു. സ്കോട്ട്ലൻഡിന്റെ പവിഴം എന്ന് മാർഗരറ്റ് വിളിക്കപ്പെടുന്നു. പ്രാർത്ഥന. രാജ്യത്തെ ജനങ്ങളെ സ്വന്തം മക്കളായി കാണുകയും ദരിദ്രരെയും മറ്റും നല്ല രീതിയിൽ പരിപാലിക്കുകയും ചെയ്തതുവഴി സ്കോട്ട്ലൻഡിന്റെ പവിഴം എന്ന് വിളിക്കപ്പെട്ട വിശുദ്ധ മാർഗരറ്റെ, രാജ്യത്തെയും സംസ്ഥാനങ്ങളെയും ഭരിക്കുന്നവർ ജനങ്ങളെ സ്വന്തം മക്കളെ പോലെ കണ്ട് പരിപാലിക്കുവാനുള്ള മനോഗുണത്തിനായി പ്രാർത്ഥിക്കണമേ.